തെലുങ്ക് സിനിമയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന താരമാണ് നന്ദമൂരി ബാലകൃഷ്ണ. ബാലയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദമൂരി ബാലകൃഷ്ണയുടെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഇപ്പോഴും വലിയ വിജയങ്ങൾ നേടാറുണ്ട്. അതിനാൽ ബാലയ്യ നായകനാകുന്ന ഓരോ ചിത്രത്തിനായും ആരാധകർ ആകാംക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കാറുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും വിവാദങ്ങളും ഉണ്ടാക്കാറുണ്ട് ഈ ബാലയ്യ. ആന്ധ്രയിലെ ഭരണകക്ഷിയായ TDPയുടെ MLA കൂടിയാണ് നടൻ നന്ദമൂരി ബാലകൃഷ്ണ. അടുത്തിടെ സ്റ്റേജിൽ തനിക്കൊപ്പം നിന്നിരുന്ന നടിയെ ദേഷ്യത്തോടെ തള്ളിമാറ്റുന്ന ബാലകൃഷ്ണയുടെ വീഡിയോ വൈറലായി മാറിയിരുന്നു. അതേപോലെ ഇപ്പോൾ ചർച്ചയാവുന്നത് ബാലകൃഷ്ണ യാത്രകളിലും മറ്റും എപ്പോഴും കൂടെ കരുതുന്ന ഒരു ബാഗിൻ്റെ കാര്യമാണ്. ഒരു സ്കൂൾ ബാഗ് പോലെ തോന്നിക്കുന്ന ഒരു ബാഗും പിന്നിലിട്ടാണ് ബാലകൃഷ്ണയെ പലപ്പോഴും കാണാറുള്ളത്. ആ ബാഗിൽ എന്താണ് അദ്ദേഹം സൂക്ഷിക്കുന്നതെന്ന് അറിയാൻ പലർക്കും കൗതുകമായിരുന്നു. ഈ ബാഗ് ഒരിക്കലും ബാലകൃഷ്ണ എടുക്കാൻ മറക്കില്ലെന്നും അതിനുള്ളിൽ കൃത്യമായി എന്താണ് സൂക്ഷിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ മരുമകൻ ശ്രീഭരത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ബാലകൃഷ്ണക്ക് മദ്യം കഴിക്കുന്ന ശീലമുണ്ടെന്ന കാര്യം തെലുങ്ക് സിനിമാ ലോകത്ത് പരസ്യമായ ഒരു രഹസ്യമാണ്. എവിടെ പോയാലും ഒരു മദ്യത്തിന്റെ കുപ്പി ബാലകൃഷ്ണ കയ്യിൽ കരുതാറുമുണ്ട്. വിദേശ യാത്രയ്ക്ക് പോകുമ്പോഴും ബാലകൃഷ്ണ ഇത് ഒഴിവാക്കില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക ബ്രാൻഡ് മാത്രമാണ് ബാലകൃഷ്ണ കുടിക്കാറുള്ളത് എന്നാണ് ശ്രീഭരത് പറയുന്നത്. അതും ചൂടുവെള്ളം ഒഴിച്ചാണ് അദ്ദേഹം കഴിക്കുന്നത്. അതിനായുള്ള കുപ്പിയും ചൂടുവെള്ളവുമാണ് ബാലകൃഷ്ണയുടെ ഈ ബാക്ക് പാക്കിൽ ഉള്ളതെന്നാണ് ഭരത് പറയുന്നത്. കൂടാതെ ബാലകൃഷ്ണ സ്ഥിരമായി ഒരു ബ്രാൻഡ് മാത്രമാണ് കുടിക്കാറെന്ന വാർത്ത വന്നതോടെ ആ മദ്യ കമ്പനിയുടെ ഓഹരികളുടെ മൂല്യം കുതിച്ചു കയറിയെന്നും ശ്രീഭരത് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അൺസ്റ്റോപ്പബിൾ എന്ന പേരിൽ ബാലകൃഷ്ണൻ നടത്തുന്ന തെലുങ്ക് ടോക്ക് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളും ഈ മദ്യക്കമ്പനിയാണ് എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. കുറേ നാളുകൾക്ക് മുമ്പ് തെലുങ്ക് താരം നന്ദമൂരി ബാലകൃഷ്ണയുടെ മദ്യപാനത്തെക്കുറിച്ച് മലയാളി നടനായ നന്ദു പറഞ്ഞിരുന്നു. ഗർദിഷ് എന്ന പ്രിയദർശൻ ചിത്രത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിനായി മുംബൈയിൽ എത്തിയപ്പോഴുണ്ടായ സംഭവങ്ങളാണ് നന്ദു അന്ന് പറഞ്ഞത്. ബാലകൃഷ്ണ വന്നപ്പോൾ തന്നെ ആദ്യം ആവശ്യപ്പെട്ടത് സീസർ എന്ന ബ്രാൻഡ് മദ്യമാണ്. അതില്ലാത്തതിനാൽ അപ്പോൾ തന്നെ പ്രത്യേകം പറഞ്ഞ് 4 സാധനം അവർ വരുത്തിവെച്ചു. ഇത് ബാലകൃഷ്ണക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത് എന്ന് കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് പറയുകയും ചെയ്തു. സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നത് പോലെയല്ല ബാലകൃഷ്ണ കഴിക്കുന്നത്. അസാധ്യ കപ്പാസിറ്റിയാണ്. ഫംഗ്ഷൻ നടക്കുമ്പോൾ തന്നെ അദ്ദേഹം 2.5 കുപ്പിയോളം തീർത്തിരുന്നു. ഏതാണ്ട് 12 മണിയാകുമ്പോഴേക്കും എല്ലാവരും നല്ല മൂടായി നിൽക്കുമ്പോൾ അപ്പോൾ ബാലകൃഷ്ണ വന്ന് പിന്നെയും ഡ്രിങ്ക്സ് എടുക്കാൻ ആവശ്യപ്പെട്ടു. തീർന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആകെ ചൂടായി. പെട്ടെന്ന് ബാർമാൻ ഓടിയെത്തി. അദ്ദേഹം മറ്റാരും എടുക്കാതിരിക്കാൻ ഒരു കുപ്പി മാറ്റി വെച്ചിരുന്നു. അതെടുത്ത് ബാലയ്യക്ക് കൊടുത്തു. അപ്പോൾ വന്ന ദേഷ്യം കാരണമാണോ എന്നറിയില്ല, വെള്ളം പോലും ചേർക്കാതെ കുപ്പിയോടെ ബാലകൃഷ്ണ അതെടുത്ത് കുടിച്ചു. കുപ്പി തിരിച്ചു കൊടുത്ത് ആളുകളുടെ ഇടയിലേക്ക് പോയി. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം താഴെ വീഴുന്നതും കണ്ടു എന്നാണ് നന്ദു പറയുന്നത്. പല വേദിയിലും സിനിമാ സെറ്റുകളിലും പലപ്പോഴും ബാലയ്യയുടെ പെരുമാറ്റം വിചിത്രമായി തോന്നിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം കൂടെ എല്ലായ്പ്പോഴും കൊണ്ടു നടക്കുന്ന ഈ ബാഗും അതിനുള്ളിലെ സാധനവും തന്നെയാണ്.